ഈ ചൂട് കാരണം കുളിക്കാൻ വലിയ മടി ഉണ്ടാവാറില്ല കേട്ടോ. രാവിലെ തന്നെ ആ പണി കഴിച്ച് വെക്കാറുണ്ട്. എല്ലാ വീട്ടിലും കാണുമായിരിക്കില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണക്കാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ മാങ്ങാച്ചം കൊടുത്തയച്ചത് അമ്മ അരിഞ്ഞു ഉപ്പിലിട്ടിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല മധുരവും ഉണ്ട്. അതുകൊണ്ട് ഇത് അച്ചാറിടാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ പറക്കി തിന്നലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. പല്ലുട്ടനെ പല്ല് ഡോക്ടറെ അടുത്ത് കാണിക്കേണ്ടതുകൊണ്ട് അവർ പോയ തക്കം നോക്കിയിട്ട് ന്യൂസിന് ഞാൻ പതുക്കെ സ്കൂട്ടാക്കിയിട്ട് അവന് പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൂടുമ്പോഴാണ് തല കുളിക്കാറുള്ളത് കേട്ടോ. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. സെറം വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കുഞ്ഞു പരിപാടികളുണ്ടായിരുന്നു. മുമ്പിട്ടിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഷോൾഡർ വേദന വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ചും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഷോൾഡർ വേദന മുട്ടുവേദനയൊക്കെ ഉണ്ടല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു മസാജർ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ ഭയങ്കര എഫക്റ്റീവാണ് ഈ സാധനം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഈ ആമക്കുട്ടൻ ചൂടാവാൻ തുടങ്ങും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ശരിക്കും ഒരാൾ കറക്റ്റ് ഇങ്ങനെ മസിൽസ് ഇങ്ങനെ പിടിച്ചു തരുന്ന പോലെ ഉണ്ടാവും. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മെയിനായിട്ടും നെക്കും ഷോൾഡറാണ് ഇത് സ്പെഷ്യലിസ്റ്റ്. പക്ഷേ ഞങ്ങൾ കൈമലും നമ്മുടെ കാലുമലൊക്കെ വെച്ചപ്പോഴും ഇതേ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ വയറുമൊന്നും വെക്കരുത്, നല്ല വേദനയായിരിക്കും വയറുമൊക്കെ വെക്കുമ്പോൾ. നിങ്ങൾക്ക് എങ്ങനെ ഷോൾഡർ പെയിനുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് മേടിച്ചോട്ടോ. അടിപൊളി സാധനം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇനി ആരുടെ കൈയും കാലും പിടിക്കേണ്ട, ഒടിഞ്ഞു തരാൻ പറഞ്ഞിട്ട് ഞാനത് അമ്മയ്ക്ക് തന്നെ കൊടുത്തു. അമ്മയ്ക്കാണ് കുറച്ചും കൂടെ ഒരു ഉപകാരത്തിലുണ്ടാവുക. അപ്പോൾ അതേ നമ്മുടെ ചാളമീമി ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സഹായത്തിന് തന്നെ മിനിച്ചേച്ചിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കാൻ നിൽക്കുകയാണ്. 3 പേർക്കും ഒറ്റയടിക്ക് ചോറ് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഈ ചൂടത്ത് എൻ്റെ അണ്ടക്കടാകണ്ഠം പുറത്തേക്ക് വന്നു. അത്രയ്ക്ക് എഫേർട്ട് എടുക്കണം ഇവർക്കൊന്ന് ചോറ് കൊടുത്ത് തീർക്കണമെങ്കിൽ. അതിനുശേഷം ഇത് 2 എണ്ണത്തിന് ഉറക്കാൻ കെടുത്താണ്. ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് 2 മക്കളും വേഗം തന്നെ ഉറങ്ങി. കഥ പറഞ്ഞ് നാക്കിൽ വെള്ളം വറ്റി, അത് വേറൊരു കാര്യം. അപ്പോൾ അത് 2 പേരും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ 2 കൂടുതൽ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. സംഭവം സൂപ്പറാണല്ലോ.